നമസ്കാരം. പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം. ഒരു വശത്ത് വെടിനിർത്തൽ ചർച്ചകൾക്കായി ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിലെത്തുമ്പോൾ മറുഭാഗത്ത് ഗാസയിലുടനീളം കരയുദ്ധം വ്യാപിപ്പിക്കുകയാണ് ഇസ്രായേലി സേന. സെൻട്രൽ ഗാസയുടെ ഭാഗമായ ദാറുൽ ബലായിലേക്ക് വമ്പൻ ഇസ്രായേലി സൈന്യം കടന്നതായുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ്. സെൻട്രൽ ഗാസയിൽ വലിയ കരയുദ്ധത്തിനുള്ള സന്നാഹമാണ് ഇപ്പോൾ ഇസ്രായേലി സേന ഒരുക്കുന്നതെന്ന വാർത്തകൾ പുറത്തേക്ക് വരികയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ ഖാൻ യൂനിസിലും സെൻട്രൽ ഗാസയിലെ വിവിധ ഭാഗങ്ങളിലുമുള്ള അഭയാർത്ഥികളെ പൂർണ്ണമായും ഒരു സുരക്ഷിത മേഖലയിലേക്ക് ഒഴിപ്പിക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ഇസ്രായേലി സേന. കാരണം ഈ അഭയാർത്ഥി ക്യാമ്പുകളുടെ മറവിൽ ഇപ്പോഴും ഹമാസിൻ്റെ ബേസ് ക്യാമ്പുകളും ഹമാസിൻ്റെ ഭൂഗർഭ തുരങ്കങ്ങളുമുണ്ട് എന്ന് ഇസ്രായേൽ സേന വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ യഹിയ സിൻവാർ അടക്കമുള്ള ഹമാസിൻ്റെ അവശേഷിക്കുന്ന തീവ്രവാദികളും നേതാക്കന്മാരും ഈ സെൻട്രൽ ഗാസയിലെയും അതുപോലെ ഖാൻ യൂനിസിന് സമീപമുള്ള അഭയാർത്ഥി ക്യാമ്പുകളുടെയും താഴെയുള്ള ഭൂഗർഭ തുരങ്കങ്ങളിലായിരിക്കാം ഉണ്ടായിരിക്കുക എന്ന കണക്കുകൂട്ടലാണ് അവിടെയുള്ള മുഴുവൻ അഭയാർത്ഥികളെയും ഒഴിപ്പിക്കുകയും ആ ഭാഗങ്ങളിലേക്ക് വൻ ആയുധശേഖരങ്ങളുമായി കരസേന എത്തുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, തിങ്കളാഴ്ചയാണ് വെടിനിർത്തൽ ചർച്ചകൾക്കായി ഇസ്രായേലിലേക്ക് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ എത്തിയത്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ്റെ പ്രത്യേക താൽപ്പര്യപ്രകാരമാണ് ബെഞ്ചമിൻ നെതന്യാഹുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി അദ്ദേഹം ഇസ്രായേലിലേക്ക് എത്തിയത്. ഇസ്രായേലിലെത്തി ബെഞ്ചമിൻ നെതന്യാഹുമായി ആന്റണി ബ്ലിങ്കൻ കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം കെയ്റോയിലേക്കായിരിക്കും അദ്ദേഹം യാത്ര തിരിക്കുക. അവിടെ അദ്ദേഹം ഈജിപ്തിലെ പ്രധാന നേതാക്കളുമായും അതുപോലെ തന്നെ ഖത്തറിൻ്റെ പ്രതിനിധികളുമായും ചർച്ച നടത്തുകയും ഹമാസുമായുള്ള വെടിനിർത്തൽ കരാറിൻ്റെ സാധ്യതകൾ കൃത്യമായി പരിശോധിക്കുകയും ചെയ്യുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം മറ്റൊരു വാർത്ത കൂടി പുറത്തേക്ക് വരികയാണ്. അതായത് വെടിനിർത്തൽ ചർച്ചകൾ അട്ടിമറിച്ചത് ഹമാസാണെന്ന ആരോപണവുമായി ഇസ്രായേലി ഭരണകൂടം കൂടി രംഗത്തെത്തിയിരിക്കുന്നു. ഞായറാഴ്ച വൈകുന്നേരമാണ് ഹമാസിൻ്റെ ചില പ്രതിനിധികൾ വെടിനിർത്തൽ ചർച്ചകൾക്ക് ഇസ്രായേലിന് താൽപ്പര്യമില്ല, ഇസ്രായേലാണ് വെടിനിർത്തൽ ചർച്ചകൾ അട്ടിമറിച്ചത് എന്ന ആരോപണം ഉന്നയിച്ചത്. ഇതിന് മറുപടിയായിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. വെടിനിർത്തൽ ചർച്ചകൾ 2 ദിവസമായി ദോഹയിൽ നടന്ന വെടിനിർത്തൽ ചർച്ചകൾ സജീവമായി പരിഗണിച്ച ഒരു വിഷയം, അത് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് തന്നെ മുഴുവൻ ബന്ദികളെയും ഹമാസ് വിട്ടയക്കണമെന്നതായിരുന്നു. ഇത് ചർച്ചകളുടെ തുടക്കം മുതൽ ഇസ്രായേൽ പറയുന്ന കാര്യമാണ്. ഈ അവശേഷിക്കുന്ന ബന്ദികളെ മുഴുവൻ ഒറ്റത്തവണയായി വിട്ടയക്കണമെന്ന ആവശ്യമാണ് ഇസ്രായേൽ ഉന്നയിക്കുന്നത്. അത് 2 ദിവസം നീണ്ട ചർച്ചയിൽ പങ്കെടുത്ത പ്രതിനിധികളിൽ ഭൂരിഭാഗം പേരും അംഗീകരിച്ച കാര്യവുമാണ്. എന്നാൽ പിന്നാലെ ഈ തീരുമാനത്തിൽ നിന്ന് ഹമാസ് പിന്നോട്ട് പോയി. ഈ ബന്ദികളെ വിട്ടയക്കാനാകില്ലെന്ന് ഏകപക്ഷീയമായി ഹമാസ് അറിയിക്കുകയായിരുന്നു. ഇതോടുകൂടിയാണ് വെടിനിർത്തൽ ചർച്ചകൾ അട്ടിമറിക്കപ്പെട്ടത്, അത് തടസ്സപ്പെട്ടത് എന്ന പ്രസ്താവനയാണ് ഇപ്പോൾ ഇസ്രായേൽ നൽകിയിരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി ഇസ്രായേൽ പറയുന്നുണ്ട്. അതായത് ഈ ചർച്ചയുടെ ഭാഗമായി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടി ചർച്ച ചെയ്തിരുന്നു. ഫിലാഡൽഫി ഇടനാഴി, അത് ഗാസയുടെയും ഈജിപ്തിൻ്റെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ്. കഴിഞ്ഞ മാസമാണ് ആ ഇടനാഴി IDF പിടിച്ചെടുത്തത്. ഈ ഇടനാഴി വഴിയാണ് വൻതോതിൽ ഈജിപ്തിൽ നിന്നും മറ്റ് അറബ് രാജ്യങ്ങളിൽ നിന്നും ഹമാസിലേക്ക് ആയുധങ്ങൾ ഒഴുകിയെത്തുന്നത്. ആയുധങ്ങൾ മാത്രമല്ല, വൻതോതിൽ മയക്കുമരുന്നും ഈ ഇടനാഴി വഴി ഗാസയിലേക്ക് എത്തുന്നു. അത് ഹമാസ് ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഈ പ്രദേശം IDF പിടിച്ചെടുത്തത് മുതൽ ഗാസയിലേക്ക് ഹമാസിനായി ആയുധങ്ങളോ മറ്റ് മയക്കുമരുന്നുകളോ ഒന്നും തന്നെ എത്തുന്നില്ല. ഇപ്പോൾ ഇവിടെ നിന്ന് IDFൻ്റെ സേന പൂർണ്ണമായും പിന്മാറണമെന്നാണ് ഹമാസ് ആവശ്യപ്പെടുന്നത്. ഈ ഒരു വിഷയം ഹമാസ് ചർച്ചയിൽ ഉന്നയിക്കുകയും ചെയ്തു. അതൊരിക്കലും സാധ്യമാകുന്ന കാര്യമല്ല. അവിടെ നിന്ന് IDFൻ്റെ സൈനികർ പിന്മാറിക്കഴിഞ്ഞാൽ വീണ്ടും ഗാസയിലേക്ക് ഹമാസിന് ആയുധങ്ങളെത്തും, മയക്കുമരുന്നെത്തും. വീണ്ടും ഗാസയിൽ ഹമാസ് പുനരുജ്ജീവിക്കാനുള്ള സാഹചര്യമുണ്ട്. അതൊരിക്കലും ഇസ്രായേൽ അംഗീകരിക്കില്ലെന്നും ഇസ്രായേൽ വക്താവ് വ്യക്തമാക്കിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം, അതായത് ഞായറാഴ്ച രാവിലെ തന്നെ ഈ വെടിനിർത്തൽ കരാറിൻ്റെ സാധ്യതകൾ സംബന്ധിച്ച് ബെഞ്ചമിൻ നെതന്യാഹു സംശയം പ്രകടിപ്പിച്ചിരുന്നു. അദ്ദേഹം പാർലമെൻറ്റ് അംഗങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചപ്പോഴും ഈ വിഷയത്തിൽ പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കിയത്. അത് കൃത്യമായി ഹമാസിൻ്റെ നിലപാട് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് എന്ന് ഇസ്രായേൽ ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. എന്തായാലും വെടിനിർത്തൽ ചർച്ചകൾ അട്ടിമറിക്കപ്പെട്ട അല്ലെങ്കിൽ ആശങ്കയിലായ സാഹചര്യത്തിലാണ് അമേരിക്കയുടെ വളരെ ഗൗരവമുള്ളൊരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്.
അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ്റെ നിർദ്ദേശപ്രകാരം സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിലേക്ക് പറന്നിറങ്ങിയിരിക്കുന്നു. ബെഞ്ചമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. എന്നാൽ ബന്ദികളെ വിട്ടയക്കാതെ ഒരു തരത്തിലുള്ള വെടിനിർത്തൽ കരാറും അംഗീകരിക്കില്ലെന്ന പ്രഖ്യാപിത നിലപാട് ഇസ്രായേൽ ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആന്റണി ബ്ലിങ്കൻ ഈജിപ്തിലേക്ക് പോകുമെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതേസമയം വൻതോതിലുള്ള ആക്രമണം ഗാസയിൽ വീണ്ടും സംഘടിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേലി സേന. കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത വ്യോമാക്രമണമാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ ഇന്ന് കരയുദ്ധത്തിനുള്ള നീക്കത്തിലാണ് ഇസ്രായേലി സേന എന്ന വിവരം പുറത്തേക്ക് വരികയാണ്. സെൻട്രൽ ഗാസയിലെയും ഖാൻ യൂണിസിന് സമീപമുള്ള പ്രദേശങ്ങളിലേക്കും വൻ ആയുധശേഖരങ്ങളുമായി കരസേന വിന്യസിക്കപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ വരുന്നു. കാരണം ഇനി നേരിട്ടുള്ള ആക്രമണമാണ്. അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് പോകുന്ന ആളുകളെ പോലും കൃത്യമായി പരിശോധിച്ചായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വിട്ടിരുന്നത്. സൈനിക ബേസ് ക്യാമ്പുകൾക്ക് സമീപം ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചിരുന്നു. ആ ചെക്ക് പോസ്റ്റുകളിൽ ആധുനിക AI ക്യാമറകൾ വഴി ഫേസ് ഐഡൻറ്റിറ്റി നടത്തിയാണ് ഓരോ അഭയാർത്ഥിയെയും കടത്തിവിടുന്നത്. ഇനി അഭയാർത്ഥികളുടെ മറവിൽ ഒളിഞ്ഞിരുന്ന ഹമാസ് തീവ്രവാദികളെ കണ്ടെത്തുക എന്ന വലിയ ടാസ്കിലേക്ക് നീങ്ങുകയാണ് ഇസ്രായേലി സേന. അതിനൊപ്പം തന്നെ ഈ അവശേഷിക്കുന്ന അഭയാർത്ഥി ക്യാമ്പുകളുടെ ഉള്ളറകളിലുള്ള ബങ്കറുകൾ, ഗാസ മെട്രോ എന്നറിയപ്പെടുന്ന വമ്പൻ തുരങ്കങ്ങൾ, ആ തുരങ്കങ്ങളെ തകർക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണ്. അതേസമയം എത്രയും വേഗം ഒരു വെടിനിർത്തൽ എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് കടക്കാനുള്ള വലിയ പ്രയത്നത്തിലാണ് അമേരിക്കയും ഖത്തറും ഈജിപ്തും അടക്കമുള്ള രാജ്യങ്ങൾ. നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രസ് പോർട്ടൽ. പിന്തുണയ്ക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.